സാധാരണ നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കണതിലേക്ക് കുറച്ച് സബോളയും കുറച്ച് മുളകും അതുപോലെ ഒരു മുട്ടയൊക്കെ അടിച്ച് വെച്ചപ്പോഴേ സാധനം വെറൈറ്റി ആയിട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നെയ്യിലൊക്കെ. അപ്പോൾ കല്യാണിക്കുട്ടിക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ സാധാരണ ഗോതമ്പ് ദോശ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ തൊടാത്ത ആളാണ് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കൊടുത്തപ്പോൾ ആൾ നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരു ചാറുകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കൊടുത്തപ്പോൾ എന്ത് രസം, എനിക്ക് സ്കൂളിലേക്ക് ഇങ്ങനത്തെയൊക്കെ തന്നയച്ചാൽ മതിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. പക്ഷെ കണ്ണൻകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിൽ നമ്മൾ സബോളയൊക്കെ വരുമ്പോഴേ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടല്ലേ കിടക്കുക. അതൊക്കെ അവൻ്റെ തൊണ്ടയിൽ ചിലപ്പോൾ കൊടുങ്ങും കേട്ടോ. പിന്നെ മുളക് പൊടിയും അങ്ങനെ മുളകൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി എരിവ് ഒക്കെ ഉണ്ടെങ്കിലൊന്നും കണ്ണന് പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സാധനം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കുന്നൊരു പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ അതിലാകെ പേനകളും പെൻസിലുകളൊക്കെ ആകെ ഇങ്ങനെ ആകെ അഴകുഴമ്പനായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നത് അതൊക്കെ ഒന്ന് റെഡിയാക്കണം എന്നുള്ളത്. ഇപ്പോൾ കാര്യമായിട്ട് വേറെ ഒരു പണികൾ ഞാൻ 2 ദിവസമായിട്ട് ചെയ്തിരുന്നില്ല. കാരണം കൈയുടെ അത് ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ കൊള്ളുമ്പോൾ നല്ല വേദനയുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ വേറെ എക്സ്ട്രാ പണികൾക്കൊന്നും നിൽക്കുന്നില്ല. വീട്ടിലത്തെ പണികൾ മക്കളുടെ കാര്യങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും കിടന്ന് ഉറങ്ങിയത് കാരണേ കുറച്ച് നേരം വൈകിട്ടേക്ക് ഉറങ്ങിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചിട്ടൊന്ന് ബോക്സൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അത്രയും നേരം എന്നെ മൈൻഡ് ആക്കാണ്ടിരുന്ന കല്യാണി അപ്പൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അതിൽ നിന്ന് കുറേ പെൻസിലും സ്കെച്ചും പേനയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ അത് ഞാൻ കാണുന്നത് മുറ്റത്തൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ആൾക്ക് സൂക്ഷിപ്പൊക്കെ ഇത്തിരി കുറവാണ് കേട്ടോ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു ബോക്സിൽ എൻ്റെ 5 വർഷം മുന്നേ വാങ്ങിയ സാധനങ്ങൾ വരെ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ഇത് നമ്മളുടെ ആദ്യത്തെ ഹോം ബേക്സ് ഉണ്ടല്ലോ, അന്നൈ ഹോം ബേക്സ്, അതിൻ്റെ ഒരു കടയായിരുന്നു കേട്ടോ അത്. ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. എനിക്ക് ഓർമ്മകളെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തൊരു സാധനം ഇങ്ങനെ ഓർമ്മകളായിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയാണെങ്കിലേ ക്രോണിക് ബാച്ചിലർ സിനിമേൻ്റെ ആയിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ചിരിച്ചിട്ടൊരു ബോധമില്ലാണ്ട് കിടക്കുന്നത്. അവൻ അങ്ങനെ എന്തെങ്കിലും ചിരിക്കാനുള്ള പടങ്ങൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവൻ നമ്മളെയൊന്നും മൈൻഡാക്കില്ല കേട്ടോ. പിന്നെ ടി വിയിലേക്ക് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ച് കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ആൾ ഭയങ്കര ഹാപ്പിയാണ്. ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ക്രോണിക് ബാച്ചിലറിൽ ഇങ്ങനെ ചിരിക്കാനുണ്ടല്ലോ, മറ്റേ ആ പടക്ക കമ്പനിയിലേക്ക് കയറി പോകുന്നതും മറ്റേ പാൻറ് ഊരി പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ സീനുകളൊക്കെ ഉണ്ടല്ലോ. അത് കണ്ടിട്ട് അവൻ കുടുകുടാന്ന് ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവനിവിടെ ഇങ്ങനെ കിടക്കുമ്പോഴേ എനിക്ക് അവൻ എൻ്റെ അടുത്ത് തന്നെ വേണം. ഞാനപ്പോൾ വേറൊരു ചെയറിൽ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്നത് അവനും ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് കുഴപ്പമില്ല. പക്ഷേ അവൻ്റെ അടുത്തല്ലാണ്ട് ഞാൻ എവിടെയെങ്കിലും മാറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ആൾക്കതൊരു ഇഷ്ടക്കുറവ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോക്സൊക്കെ ഒതുക്കി കഴിഞ്ഞു കേട്ടോ വേഗം തന്നെ.